എല്ലാവർക്കും റീഡിംഗ് സ്റ്റോറീസ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് പരാലീൻ തമ്പി എഴുതിയ ക്രൈം ത്രില്ലർ നോവലായ വിത്ത് വൺ ഐ. കേൾക്കാം, ആസ്വദിക്കാം. തലയ്ക്ക് മുകളിലൂടെ പറന്നുപോകുന്ന ഹെലികോപ്റ്റർ കണ്ടുകൊണ്ട് കുടിയേറ്റക്കാരായ ഗ്രാമീണർ കണ്ണിമയ്ക്കാതെ ആകാശത്തേക്ക് നോക്കി നിന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി രാത്രി 12 മണി കഴിഞ്ഞ് ഒരു ഹെലികോപ്റ്റർ കിഴക്കോട്ട് പറന്നു പോകുന്നത് അവർ കാണുന്നുണ്ടായിരുന്നു. കുറെ ചെറുപ്പക്കാർ കുന്നിൻ മുകളിലേക്ക് ഓടിക്കയറി നോക്കി നിന്നു. ഹെലികോപ്റ്റർ ഗരുഡൻ മലയ്ക്ക് മുകളിൽ ഒരു പക്ഷിയെ പോലെ താഴ്ന്നത് അവർ കണ്ടു. ചുവന്ന ബൾബുകൾ അണയുന്നതും ഇരമ്പലിന്റെ ശക്തി ക്ഷയിച്ച് ഇല്ലാതായിത്തീരുന്നതും അവർ മനസ്സിലാക്കി. ഗരുഡൻ മല കുടിയേറ്റക്കാർക്ക് എന്നും ഒരു അത്ഭുതമായിരുന്നു. ഇന്ന് വരെ ഉയരം കൂടിയ ഗരുഡൻ മലയിൽ ഗ്രാമവാസികളായ ആരും കയറിയിട്ടില്ലായിരുന്നു. ഒരു പച്ച പുല്ലുപോലും മുളയ്ക്കാത്ത ചെമ്പിച്ചു നിൽക്കുന്ന മലമുകളിൽ ആദിവാസികൾ പോലും കയറിയിട്ടില്ലെന്നുള്ളതായിരുന്നു യാഥാർത്ഥ്യം. ആർക്കും മലമുകളിൽ കയറേണ്ട ആവശ്യമില്ലായിരുന്നു. മരുഭൂമി പോലെ തരിശായി കിടക്കുന്ന ഗരുഡൻ മലയുടെ താഴ്വാരം നിബിഡ വനങ്ങളാൽ ചുറ്റപ്പെട്ടതും കുടിയേറ്റക്കാരെ ഭയന്ന് ജീവിക്കുന്ന വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രവുമാണെന്നുള്ള ഭയവും ആരെയും അങ്ങോട്ട് പോകാൻ അനുവദിച്ചിരുന്നില്ല. ഹെലികോപ്റ്റർ രാത്രി കാലങ്ങളിൽ വരുന്നതും പോകുന്നതും പതിവായി തീർന്നതിന് ശേഷമാണ് ഗരുഡൻ മലയെ പറ്റി പലരും പറയാൻ തുടങ്ങിയത് തന്നെ. അന്ന് കുന്നിൻ മുകളിൽ കയറി നിന്ന് കോപ്റ്റർ കണ്ടിട്ട് താഴേക്ക് ഇറങ്ങുന്ന നേരത്ത് യുവാവും ഊർജ്ജസ്വലനുമായ വിജയരാജിന് ഒരാശയം തോന്നി. ഗരുഡൻ മലയിൽ ഒന്ന് കയറണം, അവിടെ ഹെലികോപ്റ്റർ വരുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കണം. തന്റെ മനസ്സിൽ തോന്നിയ ആശയം അവൻ കൂട്ടുകാരനായ കായനോട് പറഞ്ഞു. കായന് സ്വന്തമായി ഇരട്ടുകുഴൽ തോക്കുണ്ട്. ഉന്നം പിഴയ്ക്കാത്ത വെടിവെക്കാൻ കഴിവുള്ള കായൻ വിജയരാജിനേക്കാൾ കായിക ബലമുള്ളവനും ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കഴിവുള്ളവനുമായിരുന്നു. ഗരുഡൻ മലയിലേക്ക് സാഹസിക യാത്ര നടത്താനുള്ള തീരുമാനം പിറ്റേ ദിവസം രാവിലെ വിജയരാജ് തന്റെ പ്രേമഭാജനമായ ജെമിനിയോട് പറഞ്ഞു. ഒരു നിമിഷം പോലും വിജയരാജിനെ വേർപിരിഞ്ഞിരിക്കാൻ കഴിയാത്ത ജെമിനിക്ക് അത് കേട്ടപ്പോൾ ദുഃഖവും ദേഷ്യവും ഒരുപോലെ നുരഞ്ഞു പൊങ്ങി. വിജയേട്ടൻ ഗരുഡൻ മലയിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചോ? അവൾ ദേഷ്യവും സങ്കടവും സഹിക്കാതെ ചോദിച്ചു. നാളെ രാവിലെ ഗരുഡൻ മലയിൽ നിന്നും ഞങ്ങൾ ഇങ്ങോട്ട് തിരിക്കും. വേണ്ട, അവിടെ തന്നെ താമസിച്ചോ. അവൾ മറുപടിക്കായി കാത്തു നിൽക്കാതെ വെട്ടിത്തിരിഞ്ഞു നടന്നു. ജെമിനി, ജെമിനി വിളിച്ചുകൊണ്ട് വിജയരാജ് പിന്നാലെ നടന്നുവെങ്കിലും പിടികൊടുക്കാതെ അവൾ തന്റെ ഓലക്കുടിലേക്ക് ഓടിപ്പോയി. വിജയരാജിന്റെ വീട്ടുപണിക്കാരിയാണ് ജെമിനിയുടെ അമ്മ ശാരദാമ്മ. മലനാട്ടിൽ പൊന്നു വിളയിക്കാമെന്നുള്ള വ്യാമോഹത്തോടെ ശാരദാമ്മയോടൊപ്പം എത്തിയ അച്ഛനെ കാട്ടാന കുത്തിക്കൊന്നു. അതോടെ ശാരദാമ്മയുടെ ചിറകൊടിഞ്ഞു. വളക്കൂറുള്ള ഭൂമിയിൽ കൃഷി ചെയ്യാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. കൈക്കുഞ്ഞുമായി അലഞ്ഞു നടന്ന ശാരദാമ്മയ്ക്ക് വിജയരാജിന്റെ അച്ഛൻ ആഹാരം കൊടുത്തു. വിജയരാജിന്റെ വീട്ടുമുറ്റത്താണ് ജെമിനി തത്തിക്കളിച്ച് വളർന്നത്. കളിക്കൂട്ടുകാരായ അവരിൽ നിന്നും കൗമാരം വിട പറഞ്ഞപ്പോൾ സ്നേഹത്തിന് പുതിയ രൂപവും ഭാവവും കൈവന്നു. ശാരദാമ്മ എല്ലാം അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിച്ചു നടന്നു. ആ കുടിയേറ്റ ഗ്രാമത്തിൽ ജെമിനിയെ പോലെ ഒരു സുന്ദരിയായ പെണ്ണ് ഉണ്ടായിരുന്നില്ല. അഴകും ആരോഗ്യവുമുള്ള അവളെ മോഹിക്കാത്ത ചെറുപ്പക്കാർ ആരുമില്ലായിരുന്നു. വിജയരാജ് കുടിനുള്ളിലേക്ക് കയറി. ജെമിനി അവനെ കെട്ടിപ്പിടിച്ചു. അവന്റെ നെഞ്ചിൽ മുഖമമർത്തി അവൾ വിങ്ങിപ്പൊട്ടി. നീ എന്തിനാടി കരയുന്നത്? വിജയേട്ടൻ എന്നെ ഇട്ടേച്ച് പോകരുത്. ഞാൻ നാളെ മടങ്ങി വരികയില്ലേ? എങ്കിൽ ഞാൻ കൂടി വരുന്നു. കൊടും കാട്ടിലൂടെ നിന്നെയും കൊണ്ടുപോകാനോ? എന്താ? പെണ്ണെ, അപകടം നിറഞ്ഞ വഴിയാണ്. വിജയേട്ടൻ പോവണ്ട. ഞാൻ എന്തോർത്താണ് ഇവിടെ ഇരിക്കുന്നത്? അപകടം വന്ന് പറഞ്ഞ കടുവയും പുലിയും കയറി ആക്രമിക്കുക എന്നല്ല. ഞാനും കായനും 2-3 ആദിവാസികളും ഉണ്ട്. അവർ എന്നെ പിടിച്ചു തിന്നുമോ? നിങ്ങൾ പോവുകയാണെങ്കിൽ ഞാനും വരും. അമ്മയോട് എന്ത് പറയും? അതൊക്കെ ഞാൻ പറഞ്ഞോളാം. ഗത്യന്തരമില്ലാതെ വിജയരാജ് സമ്മതിച്ചു. കായൻ ആദ്യം എതിർത്തെങ്കിലും ഒടുവിൽ മൗനാനുവാദം നൽകി. ഉച്ചയ്ക്ക് മുമ്പ് അവർ ഗരുഡൻ മല ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. വഴികാട്ടിയായി ഒരു ആദിവാസി പയ്യനും ഉണ്ടായിരുന്നു. കുറെ ദൂരം നടന്നപ്പോൾ അവർ നിബിഡ വനത്തിൽ പ്രവേശിച്ചു. അതുവരെ ഉണ്ടായിരുന്ന അന്തരീക്ഷത്തിന് പെട്ടെന്ന് മാറ്റം വന്നു. നല്ല തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി. കിളികൾ ചിലയ്ക്കുന്ന ശബ്ദമൊഴിച്ചാൽ
വനാന്തരം തികച്ചും ശാന്തമായിരുന്നു. കുറെ ദൂരം നടന്നപ്പോൾ ജമിനിയുടെ കാതുകൾ കൊട്ടിയടച്ചതുപോലെ അവൾക്ക് തോന്നി. നടന്ന് നടന്ന് അവളുടെ കാലുകൾ കുഴഞ്ഞു. ഇനിയും ഒത്തിരി നടക്കണോ വിജയേട്ടാ? അവൾ ചോദിച്ചു. ഷോ, കാലു കുഴയുന്നു. അവൾ അസഹ്യത പ്രകടിപ്പിച്ചുകൊണ്ട് നിന്നു. പെണ്ണെ, ഇങ്ങനെ നിന്നാ പറ്റില്ല. സന്ധ്യയ്ക്ക് മുമ്പ് ഗരുഡന്മാരുടെ താഴ്വാരത്തിൽ എത്തിച്ചേരണം. അപ്പൊ പകല് മുഴുവൻ ഈ കാട്ടിലൂടെ നടക്കുകയാണോ? പിന്നല്ലാതെ. എനിക്ക് കുറച്ചു നേരം ഇരിക്കണം ചേട്ടാ. ശിവൻ പറയുന്ന സ്ഥലത്ത് മാത്രമേ വിശ്രമിക്കാൻ പാടുള്ളൂ. എടാ ശിവ, നമുക്ക് കുറച്ചു നേരം ഇരുന്നിട്ട് പോകാം, അവൾ ആദിവാസി പയ്യനോട് പറഞ്ഞു. പറ്റില്ല ചേച്ചി, സന്ധ്യയ്ക്ക് മുമ്പ് താഴ്വാരത്തിലെത്തണം, അല്ലെങ്കിൽ അപകടമാണ്. എന്തപകടം? നമ്മുടെ കയ്യിൽ ലൈറ്റും മറ്റും ഉണ്ടല്ലോ. കടുവായും പുലിയും ഉഴവടി എന്ന സ്ഥലമാണിത്. എന്നിട്ട് ഇതുവരെ ഒന്നിനെയും നമ്മൾ കണ്ടില്ലല്ലോ. എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശിവൻ വെറുതെ പറയുകയല്ലേ? അവൾ വിജയരാജനോട് ചേർന്ന് നടന്നുകൊണ്ട് അല്പം കൊഞ്ചലോടെ ചോദിച്ചു. അല്ല, ഞാൻ സത്യം പറയുകയാണ്. അവൾ വീണ്ടും മറുപടി പറയാൻ ഭാവിച്ചപ്പോൾ ശബ്ദിക്കരുത് എന്ന അർത്ഥത്തിൽ കായൻ ചൂണ്ടുവിരൽ സ്വന്തം ചുണ്ടിൽ അമർത്തി കാണിച്ചുകൊണ്ട് നിന്നു. അല്പം പിന്നിൽ നടന്നു വരികയായിരുന്ന വിജയരാജും ജമിനിയും അടുത്തെത്തിയപ്പോൾ വളരെ പതിഞ്ഞ ശബ്ദത്തിൽ കായൻ പറഞ്ഞു. പുറപ്പെടുന്നതിന് മുമ്പ് കാട്ടിൽ നടക്കുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾ മറന്നുപോയോ? വന്യജീവികളുടെ വിഹാര കേന്ദ്രമാണിത്. എപ്പോഴാണ് ആപത്തിനെ നേരിടേണ്ടി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇനി ഞാൻ സംസാരിക്കത്തില്ല, കുറ്റബോധത്തോടെ ജമിനി പറഞ്ഞു. കായൻ ആംഗ്യം കാണിച്ച ആദിവാസി പയ്യൻ ശിവനെ അടുത്തേക്ക് വിളിച്ചു. എന്താ ചേട്ടാ? പതിഞ്ഞ ശബ്ദത്തിൽ അവൻ ചോദിച്ചു. മണം വല്ലതുമുണ്ടോ? ഇതുവരെ ഒന്നുമില്ല. ജമിനി മിണ്ടരുതെന്ന് കായൻ കൽപ്പിച്ചിരുന്നെങ്കിലും ജിജ്ഞാസ അടക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. എന്താ മണമുണ്ടോ എന്ന് ചോദിച്ചത്? അവൾ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മണത്തറിയാനുള്ള കഴിവ് അവനുണ്ട്. ശിവന്റെ അത്ഭുത സ്ഥിതിയിൽ ജമിനിക്ക് മതിപ്പ് തോന്നി. കാറ്റ് എങ്ങോട്ടാണെന്ന് നോക്ക്, ശിവനോട് കായൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഒരു ഇല പോലും അനങ്ങുന്നുണ്ടായിരുന്നില്ല. എന്നാൽ കാട്ടിൽ സഞ്ചരിക്കുന്നവർ വളരെ നിസ്സാരമായ വായുസഞ്ചാരം ഏത് ദിക്കിലേക്കാണെന്ന് കണ്ടുപിടിച്ച് വായുസഞ്ചാരത്തെ ആസ്പദമാക്കിയാണ് നടക്കുന്നത്. നമ്മൾ സഞ്ചരിക്കുന്നതിന് എതിർദിശയിലേക്ക് ആയിരിക്കണം വായുസഞ്ചാരം. അല്ലെങ്കിൽ സഞ്ചാരിയെ തഴുകിയെത്തുന്ന വായുവിൽ നിന്നും വന്യമൃഗങ്ങൾ മണം പിടിച്ചു വന്ന് ആക്രമിക്കും. അതിൽ വിരുദ്ധൻ കാട്ടാനയാണ്. ശിവൻ ഉണങ്ങിയ കരിയിലകൾ കയ്യിലെടുത്ത് തിരുമ്മിപ്പൊടിച്ച് മേൽപോട്ടെറിഞ്ഞു. കായനെ ശിവനും സൂക്ഷ്മമായി നോക്കി. കാറ്റ് അനുകൂലമല്ല. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗത്തേക്കാണ് വായു നീങ്ങുന്നത്. നമുക്ക് ഇതുവഴി പോകാം. ഇടതുവശത്തേക്ക് കൈ ചൂണ്ടി ശിവൻ പറഞ്ഞു തീർന്നതും കാടിളക്കിക്കൊണ്ട് ഒരു കൊമ്പൻ അവരുടെ മുമ്പിലെത്തി. തുമ്പിക്കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാടിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് അവൻ ഉറക്കെ ചിഹ്നം വിളിച്ചു. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കായൻ ഒരു നിമിഷം നിന്നു. അടുത്ത നിമിഷം അവൻ ഇരട്ടക്കുഴൽ തോക്ക് കൊമ്പനാനയുടെ മസ്തകത്തിന് നേർക്ക് ഉന്നം പിടിച്ചു. ഹേ! കാടിനെ കിടിലം കൊള്ളിച്ചുകൊണ്ട് വെടിപൊട്ടി. പാഞ്ഞെടുത്തുകൊണ്ടിരുന്ന ആനയുടെ തലയിൽ നിന്നും രക്തം ചീറ്റിത്തെറിക്കാൻ തുടങ്ങി. എന്നിട്ടും അവൻ പാഞ്ഞെടുക്കുകയാണ്. സമചിത്തത കൈവിടാതെ വീണ്ടും കായൻ കാഞ്ചി വലിച്ചു. കൈയെത്തി പിടിക്കാവുന്ന ദൂരത്തെത്തിയ കൊമ്പൻ അലറി വിളിച്ചുകൊണ്ട് ഒരു വശത്തേക്ക് ചെരിഞ്ഞു. പിന്നാലെ വരികയായിരുന്ന ആനകൾ 4 വശത്തേക്കും ചിതറി. ചരിഞ്ഞു കിടക്കുന്ന ആനയുടെ മുന്നിൽ പകച്ചു നിൽക്കുന്ന കായനെ ശിവൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അപ്പോഴാണ് കായന് പരിസരബോധമുണ്ടായത്. വിജയനും ജമിനി എവിടെ? അവർ കയറിയിരിക്കുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിലാണ് താൻ നിൽക്കുന്നതെന്ന് ഓർമ്മിക്കാതെ കായൻ ചോദിച്ചു. ഞങ്ങൾ ഇവിടെ ഉണ്ട്, വിജയരാജ് വിളിച്ചു പറഞ്ഞു. ഇറങ്ങി വാടാ, വിജയശ്രീ ലാളിതനായി കായൻ പറഞ്ഞു. അവൻ താഴെ ഇറങ്ങി. ഞാൻ പേടിച്ചു വിറച്ചിരിക്കുകയായിരുന്നു, ജമിനി ആവേശത്തോടെ ചോദിച്ചു. ഇനിയും നാശങ്ങൾ വരുമോ? ഇല്ല, നീ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഓടി രക്ഷപ്പെടില്ലായിരുന്നു. വല്ല ഫോറസ്റ്റുകാരും അറിഞ്ഞ ആപ്പിലായത് തന്നെ. ഇവിടെ ഒരുത്തിനും വരികയില്ല, ശിവൻ പറഞ്ഞു. ആർക്കറിയാം. വരൂ, നമുക്ക് നേരം കളയാതെ വേഗം യാത്ര തുടരാം. താഴെ വീണു കിടക്കുന്ന ഭാണ്ഡക്കെട്ടുകൾ എടുത്തുകൊണ്ട് അവർ വീണ്ടും യാത്ര തുടർന്നു. സൂര്യൻ അസ്തമിക്കാറായപ്പോൾ ഗരുഡൻ മലയുടെ താഴ്വാരത്തെത്തി. കുണുങ്ങി കുണുങ്ങി ഒഴുകുന്ന കാട്ടുചുഴലിയുടെ സമീപത്തുള്ള ഉരുണ്ട പാറക്കൂട്ടങ്ങൾക്ക് മുകളിൽ എല്ലാവരും ഇരുന്നു. ഇനി കുറച്ചു നേരം വിശ്രമിച്ചിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം യാത്ര തുടർന്നാൽ മതി, ശിവൻ പറഞ്ഞു. എനിക്ക് വല്ലാത്ത ക്ഷീണം തോന്നുന്നു,
ശരീരം മുഴുവൻ ഇടിച്ചു പിഴിഞ്ഞതുപോലെ വേദനിക്കുന്നു. പാറപ്പുറത്ത് കാലു നീട്ടി ഇരുന്നു കൊണ്ട് ജെമിനി പറഞ്ഞു, നീ ഒന്ന് കുളിക്ക്. അപ്പോ ക്ഷീണവും ഇടിച്ചു പിഴിച്ചിലുമൊക്കെ പറക്കും. കാട്ടുചോലയിൽ പതഞ്ഞൊഴുകുന്ന തെളിനീരിൽ കിടന്ന് കുളിക്കാൻ ജെമിനിക്ക് കൊതി തോന്നിയെങ്കിലും സമീപത്തിരിക്കുന്ന പുരുഷന്മാരുടെ മുഖത്തേക്ക് അവൾ നോക്കി. ഞങ്ങൾ കുറച്ച് മാറിയിരിക്കാം. വിജയരാജ് എഴുന്നേറ്റു. അവർ മൂന്നുപേരും കുറച്ചു ദൂരേക്ക് മാറി ഒരു പാറക്കൂട്ടത്തിന് മറിഞ്ഞിരുന്നു. തന്റെ സഹയാത്രികർ കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ജെമിനി വസ്ത്രങ്ങൾ ഒന്നൊന്നായി അഴിച്ച് പാറപ്പുറത്ത് വെച്ച് കാട്ടുചോലയിലേക്ക് ഇറങ്ങി. തുള്ളിക്കളിക്കുന്ന തെളിനീരിൽ അവൾ കമിഴ്ന്നു കിടന്നുകൊണ്ട് വായിൽ വെള്ളം എടുത്ത് നീട്ടിത്തുപ്പി. കൈക്കുമ്പിളിൽ വെള്ളം കോരി മുഖം കഴുകി. പിന്നീട് സാവധാനം എഴുന്നേറ്റ് നിന്നു. അരയ്ക്ക് താഴെ മാത്രമേ വെള്ളമുണ്ടായിരുന്നുള്ളൂ. വിജയരാജും കൂട്ടരും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് കൺകോണിലൂടെ നോക്കിയിട്ട് ജെമിനി പാറയിൽ ചാരിയിരുന്നു. അപ്പോഴാണ് പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടത്. വിജയേട്ടാ! ജെമിനി നിലവിളിച്ചു. എന്താ പെണ്ണെ? വിജയരാജ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു. എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു. വിജയരാജ് അവളുടെ അടുത്തേക്ക് നടന്നു. ജെമിനി പെട്ടെന്ന് വെള്ളത്തിലിറങ്ങി കമിഴ്ന്നു കിടന്നു. വിജയേട്ടൻ തന്നെ നോക്കിയിരിക്കുകയാണെന്ന് മനസ്സിലായപ്പോൾ ജെമിനിക്ക് വല്ലാത്ത ജാള്യം തോന്നി. ചേട്ടൻ പൊയ്ക്കോ, എന്റെ കുളി കഴിഞ്ഞു. സാരമില്ല, ഞാൻ പോയി കഴിയുമ്പോ നിനക്ക് വീണ്ടും പേടി തോന്നും. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ജെമിനി, വികാരസാന്ദ്രമായ സ്വരത്തിൽ അവൻ വിളിച്ചു. ഞാൻ കൂടി ഇറങ്ങി വരട്ടെ? അയ്യോ വേണ്ട. അവൾ പറഞ്ഞത് കൂട്ടാക്കാതെ അവൻ സാവധാനം താഴേക്ക് ഇഴഞ്ഞിറങ്ങി. വേണ്ടാന്ന് പറഞ്ഞില്ലേ? അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ജെമിനി തടഞ്ഞു. അപ്പോൾ വിജയരാജ് വിളിച്ചു പറഞ്ഞു, കായനെ, ഞാനും ഒന്ന് കുളിക്കുക. അവൻ വെള്ളത്തിലേക്ക് ചാടി. മുങ്ങി നീന്തി വിജയരാജ് ജെമിനിയുടെ സമീപത്തെത്തി. സെക്കൻഡുകളും മിനിറ്റുകളും കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. കുളിക്കാൻ ഇറങ്ങിയവരുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ കായൻ സാവധാനം തലയുയർത്തി നോക്കി. പെട്ടെന്ന് അവന്റെ മനസ്സിൽ ഭയം ഉരുണ്ടുകൂടി. ഒറ്റച്ചാട്ടത്തിന് കായൻ മറുഭാഗത്തേക്ക് കുതിച്ചു. അവരെ കണ്ടപ്പോൾ കായന് സമാധാനമായി. മിന്നൽ വേഗത്തിൽ തെന്നിമാറി ശിവന്റെ അടുത്ത് കായൻ എത്തി. അവർ എവിടെ? തോർത്തുകയാണ്. വേഗം വരാൻ പറയൂ. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗരുഡൻ മല കയറാൻ കഴിഞ്ഞെന്ന് വരികയില്ല. ആ പെണ്ണു കൂടെ വന്നത് വലിയ കുഴപ്പമായി പോയി. എന്തെങ്കിലും പ്രതിസന്ധി നേരിട്ടാ വിജയരാജിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട. ചേച്ചി എന്തിനാണ് കൂടെ കൂട്ടിയത്? ഈ മലകയറ്റം നിസ്സാര കാര്യമല്ല. അവൾ സമ്മതിക്കണ്ടേ? അവനും ഒരു കോന്തനാണ്. ആ പെണ്ണിന് വേണ്ടി മരിക്കാനും അവൻ തയ്യാറാണ്. അവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിജയരാജും ജെമിനിയും അവിടെ എത്തി. അവളുടെ മുഖത്ത് പ്രസന്നതയും തിളക്കവും വർദ്ധിച്ചിരിക്കുന്നതായി കായേന് തോന്നി. ഞങ്ങൾ ഒത്തിരി താമസിച്ചോ ചേട്ടാ? ജെമിനി വെറുതെ കായേനോട് ചോദിച്ചു. ഇല്ല, നീ വല്ലതും വിളമ്പി തരാൻ നോക്ക്. നേരം വളരെയായി. ജെമിനി വേഗം ഭാണ്ഡക്കെട്ടെടുത്ത് അഴിച്ച് ഭക്ഷണം വിളമ്പി അവർക്ക് കൊടുത്തു. നീ കഴിക്കുന്നില്ലേ? വിജയരാജ് ചോദിച്ചു. വിശപ്പ് തോന്നില്ല, പിന്നീട് കഴിച്ചോളാം. പിന്നീട് നേരം കിട്ടുകയില്ല. കടമലയിലേക്ക് കയറാൻ തുടങ്ങിയാണ്. അവൾ അല്പം ഭക്ഷണം കഴിച്ചു. കുറച്ചു നേരം കൂടി വിശ്രമിച്ചിട്ട് അവർ എഴുന്നേറ്റു. സാവധാനം ഗരുഡൻമലയിലേക്ക് കയറാൻ തുടങ്ങി. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. തെളിഞ്ഞ ആകാശത്തു നിന്നും തെറിച്ചു വീഴുന്ന നാട്ടുവെളിച്ചത്തിൽ മൂന്നുപേർ മുകളിലേക്ക് കയറി വരുന്നത് ഗരുഡൻമലയുടെ നെറുകയിൽ നിന്നുകൊണ്ട് ഒരാൾ ബൈനോക്കുലേഴ്സിലൂടെ കാണുന്നുണ്ടായിരുന്നു. രാത്രി 9 മണി കഴിഞ്ഞപ്പോൾ അവർ ഗരുഡൻമലയുടെ മുകളിലെത്തി. സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയർന്ന സ്ഥലമായതിനാൽ അറബിക്കടലിൽ നിന്നും വീശിയടിക്കുന്ന കാറ്റ് യാതൊരു തടസ്സവുമില്ലാതെ ഗരുഡൻമലയിൽ ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. എഴുന്നേറ്റ് നിന്നാൽ കാറ്റ് പറപ്പിച്ചു കൊണ്ടുപോകുമെന്ന് അവർക്ക് തോന്നി. കാറ്റിന്റെ ശല്യം സഹിക്കവയ്യാതെ എല്ലാവരും മുട്ടിന്മേൽ ഇഴഞ്ഞ് ഗരുഡൻമലയുടെ കിഴക്കേ ചരിവിലിരുന്നു. ജെമിനി തളർന്നു കിടന്നുപോയി. അവരോടൊപ്പം പുറപ്പെടാൻ തോന്നിയ നിമിഷങ്ങളെ അവൾ ശപിച്ചു. പെട്ടെന്ന് അവർക്ക് സമീപത്തായി ഏതോ വന്യമൃഗം ഉരുളുന്ന ശബ്ദം കേട്ടു. അപകടം! ശിവൻ 4 വശത്തേക്ക് നോക്കിക്കൊണ്ട് പിടഞ്ഞെണീറ്റു. കായൻ തോക്കെടുത്തു. ശക്തിയേറിയ ടോർച്ച് വിജയരാജ് 4 ഭാഗത്തേക്കും തെളിച്ചു. അപ്പോൾ ഏതാനും വാര അകലെ ഒരു പുള്ളിപ്പുലി അവർക്ക് നേരെ കുതിച്ചു ചാടാൻ തയ്യാറായി നിൽക്കുന്നത് കണ്ടു. കായൻ ഉന്നം പിടിക്കുന്നതിന് മുമ്പ് വെടിപൊട്ടുന്ന ശബ്ദം കേട്ടു. വായുവിലേക്ക് കുതിച്ചുയർന്ന പുള്ളിപ്പുലി തറയിൽ വീണു പിടഞ്ഞു. ആരാണ് വെടിവെച്ചത്? അവർ പരസ്പരം ചോദിച്ചു. അപ്പോൾ മലയുടെ തെക്ക് ഭാഗത്തു നിന്നും ഒരാൾ നടന്നെടുക്കുന്നതിന്റെ ശബ്ദം കേട്ടു. വിജയരാജ് ടോർച്ച് അങ്ങോട്ട് തെളിച്ചു. ഗംബൂട്ട്സും കറുത്ത പാൻസും ധരിച്ച ഒരാൾ അവരുടെ അടുത്തെത്തി.
അയാളുടെ കയ്യിൽ വിദേശ നിർമ്മിതമായ ഒരു തോക്കുണ്ടായിരുന്നു. അയാൾ പകച്ചു നിൽക്കുന്ന അവരുടെ അടുത്തേക്ക് ടോർച്ച് തെളിയിച്ചുകൊണ്ട് പരുക്കൻ ശബ്ദത്തിൽ ചോദിച്ചു, നിങ്ങൾ എന്തിനെവിടെ വന്നു? ഞങ്ങൾ ഞങ്ങൾ വെറുതെ വന്നതാണ്, കായൻ അറച്ചറച്ച് പറഞ്ഞു. മനുഷ്യവാസമില്ലാത്ത സ്ഥലത്ത് ഒരു യുവതിയെയും കൊണ്ടുവന്ന വെറുതെയാണെന്നോ? താങ്കൾ ആരാണ്? ആരുമായിക്കൊള്ളട്ടെ, ഞാൻ തക്ക സമയത്ത് എത്തിയതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രത്തിലാണ് നിങ്ങൾ 4 പേരും എത്തിയിരിക്കുന്നത്. താങ്കൾ തക്ക സമയത്ത് എത്തിയതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു, കൃതജ്ഞതയോടെ വിജയരാജ് പറഞ്ഞു. വരൂ, ഞാൻ നിങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോകാം. ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. സാറ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണോ? അയാളോടൊപ്പം ജെമിനിയെയും കൊണ്ടുപോകുന്നത് പന്തികേടാണെന്ന് വിജയരാജന് തോന്നി. പുറം ലോകവുമായി ബന്ധമില്ലാത്ത വനമധ്യത്തിൽ നിൽക്കുന്ന തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരും അറിയുകയില്ല. നിങ്ങൾ എന്താണ് ആലോചിച്ച് നിൽക്കുന്നത്? കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ കൊടും തണുപ്പ് വർദ്ധിക്കും, അയാൾ പറഞ്ഞു. സാർ, ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്നോളാം. ഇവിടെ ഇരിക്കുന്നത് അപകടമാണെന്ന് പറഞ്ഞില്ലേ? അതിരിക്കട്ടെ, ഘോര വനാന്തരത്തിൽ ഈ പെൺകുട്ടിയുമായി എന്തിനാണ് നിങ്ങൾ വന്നതെന്ന് പറയൂ. ഞങ്ങൾ ഹെലികോപ്റ്റർ കാണാൻ വന്നതാ, ശിവൻ പറഞ്ഞു. ഹെലികോപ്റ്റർ ഇവിടെ വന്ന് താഴ്ന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്, ഞങ്ങൾ അതിനെപ്പറ്റി അന്വേഷിക്കാൻ വന്ന ഉദ്യോഗസ്ഥന്മാരാണ്. ഹെലികോപ്റ്റർ ഇവിടെ വരുന്നത് എന്തെങ്കിലും ഗൂഢമായ ഉദ്ദേശത്തോടെ ആയിരിക്കും. ചിലപ്പോ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായെന്ന് വരാം. അതുകൊണ്ടാണ് സുരക്ഷിതമായ സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞത്. വരൂ. അയാൾ തിരിഞ്ഞു നടന്നു. അയാളോടൊപ്പം പോകുന്നതാണ് നല്ലതെന്ന് അവർക്ക് തോന്നി. ശക്തിയായ കാറ്റിനെ അവഗണിച്ചുകൊണ്ട് അയാളുടെ പിന്നാലെ നടന്നു. അപ്പോൾ ആകാശത്തിന്റെ പടിഞ്ഞാറേ കോണിൽ നിന്ന് ഒരു ചുവന്ന വെളിച്ചം മിന്നുകയും തെളിയുകയും ചെയ്യുന്നത് കണ്ടു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഹെലികോപ്റ്ററിന്റെ ഇരമ്പലും കേൾക്കാൻ തുടങ്ങി. വേഗം വരൂ, അതാ ഹെലികോപ്റ്റർ വരുന്നു, അജ്ഞാതൻ ധൃതി കൂട്ടി. പെട്ടെന്ന് അവർ നടന്ന് ഗരുഡൻ മലയുടെ തെക്കേ അറ്റത്തെത്തി. പിന്നീട് സാവധാനം കിഴക്കോട്ടിറങ്ങി നിരപ്പായ സ്ഥലത്തെത്തി. അതുവരെ ഉണ്ടായിരുന്ന കാറ്റ് പെട്ടെന്ന് നിലച്ചതുപോലെ അവർക്ക് തോന്നി. അപ്പോഴേക്കും കാതടിപ്പിക്കുന്ന ഇരമ്പൽ അവർ കേൾക്കാൻ തുടങ്ങി. ഒരു കൂറ്റൻ ഹെലികോപ്റ്റർ കുറച്ചകലെ വന്നു നിന്നു. അജ്ഞാതനായ മനുഷ്യൻ പെട്ടെന്ന് മുകളിലേക്ക് ഓടിക്കയറി. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ കോപ്റ്ററിന്റെ ഇരമ്പൽ ശക്തി കുറഞ്ഞു. ക്രമേണ ഇരമ്പൽ ഇല്ലാതായി. ഹെലികോപ്റ്ററിനടുത്ത് നിന്നുകൊണ്ട് ആരൊക്കെയോ ഉറക്കെ സംസാരിക്കുന്നത് അവർ കേട്ടു. കാറ്റിന്റെ ഹുങ്കാരനാദം കാരണം സംസാരിക്കുന്നത് എന്താണെന്ന് വ്യക്തമായി കേൾക്കാൻ കഴിയുമായിരുന്നില്ല. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ 5 പേർ അവരുടെ സമീപത്തെത്തി. അവരിൽ 2 പേർ സ്ത്രീകളായിരുന്നു. ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ട് അവർ സമതല ഭാഗത്തിന് എതിർവശത്തായി ഉയർന്നു നിൽക്കുന്ന ഭാഗത്തെത്തി. ഉടൻ ഒരു വാതിൽ തുറന്നു. 5 പേരും അകത്തേക്ക് കയറി. വാതിൽ അടഞ്ഞു. ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വീണ്ടും വാതിൽ തുറന്നു. ഒരാൾ പുറത്തേക്കിറങ്ങി വിജയരാജിനെയും കൂട്ടുകാരെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഭംഗിയായി ഫർണിഷ് ചെയ്ത ഒരു ഇടുങ്ങിയ മുറിയായിരുന്നു അത്. അവരോട് ഇരിക്കാൻ പറഞ്ഞിട്ട് അയാൾ അകത്തേക്കുള്ള മറ്റൊരു വാതിൽ തുറന്നു. അകത്തെ മുറിയിൽ നിന്നു 20 വയസ്സിന് മേൽ പ്രായമില്ലാത്ത ഒരു യുവസുന്ദരി ഇറങ്ങി വന്നു. ഇറുകിയ ജീൻസ് പാന്റും അയഞ്ഞ ഷർട്ടുമായിരുന്നു അവളുടെ വേഷം. തിളക്കമുള്ള കണ്ണുകളും നീണ്ട നാസികയും ബോബ് ചെയ്ത മുടിയും ചായം തേച്ച ചുണ്ടുകളും പുരുഷന്മാരെ പോലെയുള്ള നടപ്പും അവളുടെ പ്രത്യേകതകളായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥയല്ലെന്ന് കായേനും വിജയരാജനും മനസ്സിലായി. യുവതി പാൻസിന്റെ കീശയിൽ തള്ളവിരലുകൾ കുത്തിക്കയറ്റി തുടകൾ വിറപ്പിച്ചുകൊണ്ട് ജെമിനിയെ സൂക്ഷിച്ചു നോക്കി. വാട്ട് ഈസ് യുവർ നെയിം? അവൾ ചോദിച്ചു. ജെമിനി. കമോൺ. യുവതി കീശയിൽ നിന്നും കൈയെടുത്ത് ഒരു വിരൽ ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ജെമിനി സാവധാനം എഴുന്നേറ്റ് വിജയരാജനെ നോക്കി. എന്തിനാണ് ഇവളെ വിളിക്കുന്നത്? അവൻ ചോദിച്ചു. വാട്ട്? ഭാഷ മനസ്സിലാകാതെ അയാൾ അകത്തേക്കുള്ള വാതിൽ തുറന്ന് ഒരാളെ വിളിച്ച് തെലുങ്ക് ഭാഷയിൽ എന്തോ പറഞ്ഞിട്ട് അകത്തേക്ക് പോയി. ആ സ്ത്രീ ആരാണ്? കായൻ ചോദിച്ചു. സർജൻ. സർജനോ? ഇന്ത്യയിലെ ഏറ്റവും വിദഗ്ധയായ സ്ത്രീ ചികിത്സാ ഡോക്ടറാണ്. എന്തിനാണ് ഇവളെ അകത്തേക്ക് വിളിച്ചത്? നിങ്ങളും കയറി വരൂ. എന്തിന്? ഇവിടെ അനാവശ്യ ചോദ്യങ്ങൾ പാടില്ല, പറയുന്നത് അനുസരിക്കുക. അയാൾ അവരെ അകത്തേക്ക് നയിച്ചിട്ട് അയാൾ പോയി. വിശാലമായ ഒരു മുറിയായിരുന്നു അത്. ഗ്ലാസ് ഭിത്തികൾ കൊണ്ട് നിർമ്മിച്ച ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആയിരുന്നു അടുത്ത മുറി. ഒരു ഓപ്പറേഷൻ നടക്കാൻ പോകുന്നതിന്റെ പ്രാരംഭ നടപടികൾ തിയേറ്ററിനുള്ളിൽ നടക്കുന്നുണ്ടായിരുന്നു. നഴ്സുമാർക്ക് ജീൻസ് ധരിച്ച യുവതി നിർദ്ദേശം നൽകുന്നത് അവർ കണ്ടു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ സ്ട്രെച്ചറിൽ ഒരു സ്ത്രീയെ തിയേറ്ററിൽ കൊണ്ടുവന്നു. സ്ത്രീക്ക് ചുറ്റും ഡോക്ടർമാരും നഴ്സുമാരും എത്തി.
പല യന്ത്രങ്ങളിൽ നിന്നുള്ള കോഡുകൾ സ്ത്രീയുടെ ശരീരത്തിൽ ഘടിപ്പിച്ചു. സ്ക്രീനുകളിൽ പല ചിത്രങ്ങളും അടയാളങ്ങളും തെളിഞ്ഞു. ഇവിടെ എന്താണ് നടക്കുന്നത്? ജെമിനി ഭയത്തോടെ ചോദിച്ചു. വല്ല കൊള്ള സംഘവും ആയിരിക്കും. നമുക്ക് എത്രയും വേഗം ഇറങ്ങി രക്ഷപ്പെടാം, കായൻ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. വിജയരാജ് വാതിലിന്റെ ഹാൻഡിൽ പിടിച്ചു. അതേ നിമിഷം തന്നെ മുറിക്കുള്ളിൽ ഒരു ശബ്ദം മുഴങ്ങി. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അപകടമാണ്. ഇപ്പോ ബോസ് ഇവിടെ എത്തും. യുവതിയുടെ മാധുര്യമുള്ള ശബ്ദമുയർന്നു. അവർ 4 വശത്തേക്ക് നോക്കി. മുറിക്കുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മറ്റൊരു വാതിൽ തുറക്കപ്പെട്ടു. 4 പേരും ജിജ്ഞാസയോടെ അങ്ങോട്ട് നോക്കി. വാതിൽക്കൽ നിൽക്കുന്ന രൂപം കണ്ട് അവർ നടുങ്ങിപ്പോയി. മൂക്കിന് മുകൾ ഭാഗത്തും തിരുനെറ്റിക്ക് താഴെയുമായി ഒറ്റക്കണ്ണുള്ള ഒരു മനുഷ്യൻ. സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ആ ഭീകര ദൃശ്യം അവരുടെ സിരകളിലൂടെ ഒഴുകിയിരുന്ന രക്തത്തെ കട്ട പിടിപ്പിച്ചു കളഞ്ഞു. സമൃദ്ധമായ താടിയും തോളറ്റം വളർന്നു കിടക്കുന്ന മുടിയും ഒറ്റക്കണ്ണന്റെ മുഖത്തിന് കൂടുതൽ ഭീമത്സത വരുത്തി. അയാൾ ഒറ്റക്കണ്ണ് ചുഴറ്റി അവരെ 4 പേരെയും നോക്കി. ഒടുവിൽ അയാളുടെ കണ്ണുകൾ ജെമിനിയുടെ ഉയർന്നു താഴ്ന്ന മാറിൽ തറച്ചു നിന്നു. കായൻ പെട്ടെന്ന് ഇരട്ടക്കുഴൽ തോക്ക് ഉയർത്തിയെടുത്ത് ഒറ്റക്കണ്ണന്റെ നെഞ്ചിന് നേർക്ക് ഉന്നം പിടിച്ചു. തോക്ക് ഉപയോഗിക്കരുത്. ഒരാക്രമണത്തിന് മുതിർന്നാൽ നിങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടും. യുവതിയുടെ ശബ്ദം മുറിക്കുള്ളിൽ മുഴങ്ങി. ഞങ്ങളെ എന്തിനാണ് ഇവിടെ പിടിച്ചുകൊണ്ടുവന്നത്? അലറിക്കൊണ്ട് കായൻ ചോദിച്ചു. ഗാർഡൻ മലയിൽ അതിക്രമിച്ചു കടന്ന് നിങ്ങൾക്ക് മടങ്ങിപ്പോകണമെങ്കിൽ ആയുധം താഴെ വയ്ക്കുക, യുവതി താക്കീത് ചെയ്തു. ഇല്ല, കായൻ ഒന്നുകൂടി ഉച്ചത്തിൽ അലറി. അടുത്ത നിമിഷം അവന്റെ നെഞ്ചിൽ ഒരു സൂചി തുളച്ചു കയറി. നിലവിളിക്കാൻ പോലും കഴിയാതെ കായൻ താഴെ വീണു. അവന്റെ കയ്യിൽ നിന്നും ഇരട്ടക്കുഴൽ തോക്ക് തെറിച്ചുപോയി. വിജയരാജ് അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ കാലുകൾ ചലനരഹിതമായി തൂങ്ങിക്കിടന്നു. കായൻ മരിച്ചു കഴിഞ്ഞിരുന്നു. കായനെ, എടാ കായനെ! പ്രിയ സുഹൃത്തിനെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് അമർത്തിക്കൊണ്ട് വിജയരാജ് അലറി വിളിച്ചു. കായന്റെ നാവ് ചലിച്ചില്ല. പകരം കടവായിലൂടെ രക്തം പുറത്തേക്ക് ഒഴുകി. പെട്ടെന്ന് വിജയരാജിന്റെ മുഖം ഭീമത്സമായി. അവൻ തന്റെ ആത്മസുഹൃത്തിനെ വലിച്ചെറിഞ്ഞിട്ട് പ്രേതത്തെ പോലെ നിൽക്കുന്ന ഒറ്റക്കണ്ണന്റെ നേർക്ക് ഈറ്റപ്പുലിയെ പോലെ കുതിച്ചു. അടുത്ത നിമിഷം 2 അജാനുബാഹുക്കൾ ചാടി വീണ് വിജയരാജിനെ കടന്നു പിടിച്ചു. അവനെ അവർ ബലമായി പിടിച്ചുകൊണ്ട് മറ്റൊരു മുറിയിലേക്ക് പോയി. പരിസരം മറന്ന് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങിയ ജെമിനിയെ 2 നഴ്സുമാർ പിടിച്ച് 4-5 യുവതികൾ ഇരിക്കുന്ന മുറിയിലേക്ക് കൊണ്ടുപോയി. ഇതാ നിങ്ങൾക്ക് പുതിയൊരു കൂട്ടുകാരി. നഴ്സുമാർ അവളെ യുവതികളെ ഏൽപ്പിച്ചിട്ട് പോയി. എന്തിനാണ് കരയുന്നത്? യുവതികളിൽ ഒരാൾ സ്നേഹമരണമായ ശബ്ദത്തിൽ ചോദിച്ചു. അതുവരെ ഉണ്ടായ സംഭവങ്ങൾ കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. ജെമിനി ഭയപ്പെടേണ്ട, വിജയരാജനൊന്നും സംഭവിക്കില്ല. ഇല്ല, അവരെന്റെ ചേട്ടനെ കൊല്ലും, അവൾ ഏങ്ങലടിച്ചു. ജെമിനി, നീയും കൂട്ടുകാരും സാഹസിക യാത്ര നടത്തി ഇവിടെ എത്തിയതാണ്. എന്നാൽ ഞങ്ങളെ ഇവർ ഫലമായി പിടിച്ചുകൊണ്ടുവന്നതാ. അതെ, ഞങ്ങൾക്ക് അറിയുന്നില്ല. ഇവിടെ ആർക്കും കരയേണ്ട ആവശ്യമില്ല. നമ്മുടെ വീടുകളെക്കാൾ സുഖമാണ് ഇവിടുത്തെ ജീവിതം. എന്ത്? ഇപ്പൊ മുതൽ നിനക്കത് മനസ്സിലാകും. യുവതി നാവടക്കുന്നതിന് മുമ്പ് മുറിയിലുണ്ടായിരുന്ന TV സ്ക്രീനിൽ ഒറ്റക്കണ്ണന്റെ ചിത്രം തെളിഞ്ഞു. റോസ്ലിൻ? യെസ് ബോസ്. ജെമിനിക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കൂ. ടിവിയുടെ സ്ക്രീനിൽ നിന്നും പ്രകാശം പൊലിഞ്ഞു. ജെമിനിയെ അവൾ ആധുനിക സൗകര്യമുള്ള കുളിമുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വെള്ളം ചീറ്റിക്കുന്ന പലതരം ഉപകരണങ്ങൾ റോസ്ലിൻ അവളെ കാണിച്ചു കൊടുത്തു. ഒരു ശിശുവിനെ കുളിപ്പിക്കുന്ന വാത്സല്യത്തോടും ശ്രദ്ധയോടും റോസ്ലിൻ അവളെ കുളിപ്പിച്ചു. മുടി ഭംഗിയായി കോതി ഉണക്കി വിലയേറിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. എന്തിനാണ് എന്നെ ഇങ്ങനെ അണിയിച്ചൊരുക്കുന്നത്? ഇവിടെ പെൺവാണിഭം നടക്കുന്നുണ്ടോ? ഇല്ല. ഞങ്ങളെയൊക്കെ കണ്ടിട്ട് വേശ്യകളാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിഞ്ഞുകൂടാ, ഞാൻ വേശ്യകളെ കണ്ടിട്ടില്ല. നിനക്ക് സ്വന്തം വീടിനേക്കാൾ സ്വാതന്ത്ര്യവും സമാധാനവും ഇവിടെ ലഭിക്കും. ഞങ്ങളെ എന്തിനാണ് താമസിപ്പിച്ചിരിക്കുന്നത്? അറിഞ്ഞുകൂടാ. നിന്നെ പോലെ ഞങ്ങളും ആദ്യമൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരുന്നു. മരിക്കുന്നത് വരെ സുഖമായി ജീവിക്കാൻ കഴിയുമെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പറ്റി ഓർത്ത് തലമുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ജെമിനി ദീർഘമായി നിശ്വസിച്ചു. അവളുടെ മാനസിക നില മാറ്റാനായി റോസ്ലിൻ വീഡിയോയിൽ നീലചിത്രത്തിന്റെ കാസറ്റ് ഇട്ടു. സ്ക്രീനിൽ കാമകേളികൾ തെളിഞ്ഞു. ജെമിനി അത്ഭുതത്തോടെ സ്ക്രീനിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് പെട്ടെന്ന് തല താഴ്ത്തി. എന്താ, പടം കാണുന്നത് ഇഷ്ടമല്ലേ? റോസ്ലിൻ അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു. ഇതെന്താണ്? ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ജെമിനി വീണ്ടും മുഖം കുനിച്ചു കളഞ്ഞു.
രാത്രിയിൽ അവൾ ഭക്ഷണം കഴിച്ചില്ല. ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് സോമത്തയിൽ തിരിഞ്ഞു മറിഞ്ഞു കിടന്നു. ഈ സമയം ബന്ധനസ്ഥനായി വിജയരാജ് ഒറ്റക്കണ്ണന്റെ മുമ്പിൽ ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു. അവനെ ബലമായി പിടിച്ചു കൊണ്ടുപോയ തടിയന്മാർ ബോസിന്റെ കൽപ്പന കേൾക്കാനായി അവൻ ഇരുവശത്തും കാതുകൾ കൂർപ്പിച്ചു. നിന്നെ ഞങ്ങൾ വിട്ടയക്കാം, പരുക്കൻ ശബ്ദത്തിൽ ഒറ്റക്കണ്ണൻ പറഞ്ഞു. വിജയരാജിന്റെ കണ്ണുകൾ വിടർന്നു. എന്റെ ജെമിനെ കൂടി ദയവായി വിട്ടയക്കണം. നോ പ്ലീസ്, അവൾ ഒരു പാവം പെണ്ണാണ്. ജെമിനിയെ വിട്ടു തരുന്നതിന് പ്രത്യുപകാരമായി നീ ഒരു കാര്യം ചെയ്യണം. എന്താണ് സർ? ഞങ്ങൾക്ക് 5 പെൺകുട്ടികളെ അറേഞ്ച് ചെയ്തു തരണം. അയ്യോ, ഞാൻ എങ്ങനെ പെൺകുട്ടികളെ കൊണ്ടുവരും? നിനക്ക് 1,00,000 രൂപ പ്രതിഫലമായി തരികയും ചെയ്യും. 1,00,000 രൂപ? അതെ, ജെമിനിയെ രക്ഷിക്കാൻ വേണ്ടി ഒരു തെറ്റ് ചെയ്താൽ അവളോടൊപ്പം നിനക്ക് സുഖമായി ജീവിക്കാൻ കഴിയും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് കരുതിയ വിജയരാജ് സമ്മതിച്ചു. ഒറ്റക്കണ്ണന്റെ മുഖം വികസിച്ചു. വിജയരാജിനെ കൊണ്ടുപോയിക്കൊള്ളാൻ അയാൾ അനുചരന്മാരോട് പറഞ്ഞു. അവർ അവന്റെ കെട്ടുകൾ അഴിച്ചിട്ട് കുളിമുറിയിലേക്ക് കൊണ്ടുപോയി. വിജയരാജ് കുളിച്ചു. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. അവനെ മയക്കി കിടത്തി ശരീരത്തിൽ ഒരു ഓപ്പറേഷൻ നടത്തി. വിജയരാജിന് ബോധം വീഴുമ്പോൾ അവൻ ഭംഗിയായി ഫർണിഷ് ചെയ്ത മുറിയിൽ കിടക്കുകയായിരുന്നു. തൊട്ടടുത്ത് സുന്ദരിയായ ഒരു യുവതി ഇരിക്കുന്നത് കണ്ടുകൊണ്ട് അവൻ അത്ഭുതപ്പെട്ടു. ഭവതി ആരാണ്? ഞാൻ എവിടെയാണിപ്പോ? ഒന്നും ഭയപ്പെടേണ്ട. എന്നെ എന്തിനാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയത്? ചെറിയൊരു ഓപ്പറേഷൻ ചെയ്തു. എന്തിന്? നിങ്ങളുടെ കിഡ്നിക്ക് എന്തോ തകരാറുണ്ടായിരുന്നു. കള്ളം! എന്റെ കിഡ്നി അവന്മാർ എടുത്തു. 1,00,000 രൂപ വാഗ്ദാനം ചെയ്തതിന്റെ പൊരുൾ എന്താണെന്ന് വിജയരാജിന് ബോധ്യമായി. തൽക്കാലം ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ആവശ്യമെന്ന് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. എന്റെ ജെമിനിയുടെ കിഡ്നി മോഷ്ടിച്ചുവോ? ഇല്ല. എനിക്ക് അവളെ ഒന്ന് കാണാൻ കഴിയുമോ? തീർച്ചയായും. യുവതി ഒരു ബട്ടണിൽ വിരലമർത്തി. മറ്റൊരു യുവതി വാതിലിൽ പ്രത്യക്ഷപ്പെട്ടു. ജെമിനിയെ വിളിച്ചുകൊണ്ടുവരൂ. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജെമിനി എത്തി. വിജയരാജിനെ കണ്ടയുടൻ അവൾ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. വിജയരാജിനും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. യുവതി രണ്ടുപേരെയും ആശ്വസിപ്പിച്ചു. ഒറ്റക്കണ്ണൻ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ അവൻ പറഞ്ഞു. ചേട്ടൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടൂ. എന്നെ മറന്നുകൊള്ളുക. നിന്നെ കൂടാതെ ഞാൻ ജീവിക്കുകയില്ല ജെമിനി. 5 പെൺകുട്ടികളെ ചേട്ടൻ എങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുവരും? അതൊന്നും നീ അറിയണ്ട. അതിരിക്കട്ടെ, അവർ നിന്നെ ഉപദ്രവിച്ചോ? ഇല്ല. സത്യം പറയൂ. ഞാൻ പറഞ്ഞത് സത്യമാണ്. കുറച്ചു സമയം കഴിഞ്ഞ് ജെമിനിയെ മുറിയിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയി. അവനെ ശുശ്രൂഷിച്ചിരുന്ന യുവതി ഒരു ഗ്ലാസ്സിൽ പഴച്ചാറുമായി എത്തി. വിജയരാജിനെ സാവധാനം എഴുന്നേൽപ്പിച്ചിരുത്തി. ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ചു. അവൻ പഴച്ചാറ് കുടിച്ചു. ഭവതിയുടെ പേരെന്താണ്? നാളെ നിങ്ങൾ ഇവിടെ നിന്ന് പോകും. എന്റെ പേര് അറിഞ്ഞിട്ട് എന്ത് പ്രയോജനം? വെറുതെ. വേണ്ട, ഞാൻ ഇവിടെ ഉണ്ടെന്ന് ആരും അറിയണ്ട. ഭവതിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്നില്ലേ? ഇല്ല, ഇവിടെ ജീവിതം സുഖമാണ്. എത്ര നാളായി ഇവിടെ എത്തിയിട്ട്? 2 മാസമായി. എന്തിനാണ് യുവതികളെ ഇവിടെ താമസിപ്പിക്കുന്നത്? അറിഞ്ഞുകൂടാ. സംസാരം അവസാനിപ്പിച്ച് അവൾ ഗ്ലാസുമായി മുറിയിൽ നിന്നും ഇറങ്ങി. വിജയരാജ് മുറിയിൽ ഏകനായി. അവന്റെ സ്മരണയിൽ കായന്റെ നിശ്ചലമായ ശരീരം ഓടിയെത്തി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. സിരകളിലെ രക്തത്തിന് ചൂട് പിടിച്ചു. എന്തു വില കൊടുത്തും ഈ രഹസ്യ സങ്കേതം തകർക്കണമെന്ന് പ്രതിജ്ഞ എടുത്തു. പിറ്റേ ദിവസം സന്ധ്യയോടെ ഒറ്റക്കണ്ണന്റെ മുമ്പിൽ അവനെ ഹാജരാക്കി. നിന്നെ ഗ്രാമത്തിലെത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. വളരെ നന്ദി സർ. പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പറയൂ. നിന്റെ കിഡ്നിയോട് ചേർന്ന് ശക്തിയേറിയ ഒരു ബോംബ് ഘടിപ്പിച്ചിട്ടുണ്ട്. എന്ത്? വിജയരാജ് നടുങ്ങിപ്പോയി. ഒറ്റക്കണ്ണം പറഞ്ഞത് വിജയരാജിനെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ കിഡ്നി ഓപ്പറേഷൻ ചെയ്ത് നീക്കിയിട്ട് കളവ് പറയുകയാണെന്ന് അവൻ വിചാരിച്ചു. എന്റെ ശരീരത്തിലെ വിലപ്പെട്ട ഒരു അവയവം എടുത്തിട്ട് എന്തിനാണ് സാറേ ബോംബിനെ പറ്റി പറയുന്നത്? കിഡ്നിയുടെ ഓപ്പറേഷനാണ് നടന്നതെങ്കിൽ നിനക്ക് ഇപ്പൊ എഴുന്നേറ്റ് നടക്കാൻ കഴിയുമോ? അയാൾ അവനെ വിളിച്ചുകൊണ്ട് മറ്റൊരു മുറിയിൽ കയറി. ഏതോ യന്ത്രങ്ങളുടെ കോഡുകൾ അവന്റെ ശരീരത്തിൽ ഘടിപ്പിച്ചു. അടുത്ത നിമിഷം സ്ക്രീനിൽ അവന്റെ ആന്തരികാവയവങ്ങൾ തെളിഞ്ഞു. കിഡ്നിയുടെ വശത്തായി 1 രൂപ നാണയത്തിന്റെ വലിപ്പത്തിലുള്ള കറുത്ത വസ്തു കാണിച്ചുകൊണ്ട് ഒറ്റക്കണ്ണം പറഞ്ഞു. യൂറിനറി ബ്ലാഡറിലേക്ക് വീഴുന്ന മൂത്രം ഈ ബോംബിന്റെ വാൾവിൽ തട്ടുമ്പോൾ ഒരു പൽചക്രം തിരിയും. പൽചക്രം ഒരു കറക്കം പൂർത്തിയാക്കുമ്പോൾ ബാറ്ററി പ്രവർത്തിച്ച് സ്ഫോടനം നടക്കും. 5 ദിവസം കൊണ്ട് പൽചക്രം അതിന്റെ കറക്കം പൂർത്തിയാക്കും.
അതിനു മുമ്പ് നീ പെൺകുട്ടികളെ കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങൾ ബോംബ് പുറത്തെടുക്കും. വളരെ വിദഗ്ധനായ ഒരു ഡോക്ടർ പോലും ഈ അപകടകാരിയെ പുറത്തെടുക്കുകയില്ല. കാരണം അതിന്റെ ഏത് ഭാഗത്ത് സ്പർശനമേറ്റാലും സ്വയം പൊട്ടിത്തെറിക്കും. ഞാൻ എങ്ങനെയാണ് ഈ വനത്തിലൂടെ പെൺകുട്ടികളെ കൊണ്ടുവരുന്നത്? പള്ളിയുടെ മൈതാനത്തിൽ കൊണ്ടുവരിക. എപ്പോ വരണം? നീയാണ് പറയേണ്ടത്. വിജയരാജ് ഏതാനും നിമിഷങ്ങൾ ആലോചിച്ച് നിന്നിട്ട് പറഞ്ഞു. 15-ാം തീയതി സന്ധ്യയ്ക്ക് ഞാൻ സ്ഥലത്ത് യുവതികളോടൊപ്പം എത്തും. എന്റെ ജെമിനിയെ നിങ്ങൾ കൊണ്ടുവരുമോ? ഇല്ല, നീ വഞ്ചന കാണിച്ചാൽ ജെമിനിയെ ഞങ്ങൾ വിട്ടുതരികയില്ല. അയാൾ അവനെ പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി. ഗരുഡൻ മലയ്ക്ക് മുകളിൽ സൂര്യൻ കത്തി ജ്വലിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. 4 വശത്തുമുള്ള നിഗൂഢ വനപ്രദേശങ്ങൾക്ക് മുകളിൽ നിറഞ്ഞു കിടക്കുന്ന പുകമറയ്ക്കുള്ളിൽ കൂടി തലയുയർത്തി നിൽക്കുന്ന പള്ളിയുടെ കുരിശ് അവൻ കണ്ടു. ഒറ്റക്കണ്ണൻ അവനെ ഗരുഡൻ മലയുടെ കിഴക്കേ ചെരുവിലേക്ക് കൊണ്ടുപോയി. ഒരു കുറ്റിച്ചെടിയിൽ ഘടിപ്പിച്ചിരുന്ന പ്ലാസ്റ്റിക് ട്യൂബിനോട് ചേർത്ത് 1 രൂപ നാണയത്തിന്റെ വലിപ്പമുള്ള ഒരു ബോംബ് അയാൾ ഫിറ്റ് ചെയ്തു. കിഡ്നിയിൽ നിന്ന് യൂറിനറി ബ്ലാഡറിലേക്ക് മൂത്രം വീഴുന്നത് പോലെ ട്യൂബിൽ നിന്നും ജലം ബോംബിലേക്ക് വീഴ്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഇങ്ങനെയാണ് നിന്റെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബോംബിൽ മൂത്രം വന്ന് പതിക്കുന്നത്. അയാൾ വിജയരാജനെയും കൊണ്ട് കുന്നിൻ മുകളിൽ കയറി നിന്നുകൊണ്ട് തുടർന്നു. 5 ദിവസം കഴിഞ്ഞാൽ ആ ബോംബ് പൊട്ടും. എന്നാൽ അതുവരെ കാത്തു നിൽക്കാൻ സമയമില്ലല്ലോ. പോക്കറ്റിൽ നിന്നും റിമോട്ട് കൺട്രോൾ എടുത്ത് ഒരു ബട്ടണിൽ വിരൽ അമർത്തി. അതേ നിമിഷം തന്നെ ബോംബ് പൊട്ടിത്തെറിച്ചു. ഒരു നടുക്കത്തോടെയാണ് വിജയരാജ് ആ കാഴ്ച കണ്ടുകൊണ്ട് നിന്നത്. അവന്റെ സപ്തനാഡികളും തകർന്നുപോയി. താൻ കൃത്യവിലോപം കാണിച്ചാൽ ഒരു കാരണവശാലും ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് മനസ്സിലായി. ജീവച്ഛവം പോലെ വിജയരാജ് മരവിച്ചു നിന്നു. സൂര്യൻ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. വെയിൽ നാളത്തിന്റെ ശക്തി കുറഞ്ഞു. പക്ഷികൾ ചേക്കേറി. ഭീകരമായ ശാന്തത ഗരുഡൻ മലയിൽ തളം കെട്ടി. താടിക്ക് കൈയും കൊടുത്ത് ഏകാന്തനായി മലയുടെ കിഴക്കേ ചെരുവിൽ ഇരിക്കുകയായിരുന്ന വിജയരാജിനെ ഒരാൾ വിളിച്ചു. അവനെ ഗരുഡൻ മലയുടെ മുകളിലേക്ക് അയാൾ കൂട്ടിക്കൊണ്ടുപോയി. 2 പേർക്ക് മാത്രം സഞ്ചരിക്കാവുന്ന ഒരു ചെറിയ ഹെലികോപ്റ്റർ അവരെയും കാത്ത് കിടക്കുന്നുണ്ടായിരുന്നു. 2 പേരും കോപ്റ്ററിൽ കയറി. ശബ്ദമുണ്ടാക്കാതെ ഹെലികോപ്റ്റർ പറന്നുയർന്നു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ പള്ളിയുടെ വിശാലമായ മുറ്റത്ത് അത് താഴ്ന്നു. വിജയരാജ് താഴെ ഇറങ്ങി. അതേ നിമിഷം തന്നെ ആ വാഹനം പറന്നുയർന്നു. വിജയരാജ് കുറെ നേരം പള്ളിയുടെ മുമ്പിൽ നിന്നു. അത് കഴിഞ്ഞ് വർദ്ധിച്ച ചങ്കിടിപ്പോടെ വീട്ടിലേക്ക് നടന്നു. വീടിന്റെ മുറ്റത്തെത്തിയപ്പോൾ അവൻ അമ്പരന്ന് പോയി. ഗ്രാമവാസികൾ അവരുടെ തിരോധാനത്തെ പറ്റി സംസാരിക്കുന്നു. 2 പോലീസുകാരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. താൻ ഇപ്പോൾ അകത്തേക്ക് കയറി ചെല്ലുന്നത് അപകടമാണെന്ന് കരുതി അവൻ ഒളിച്ചു നിന്നു. അർദ്ധരാത്രി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും പിരിഞ്ഞുപോയി. വിജയരാജ് മുറ്റത്ത് ചെന്ന് അമ്മയെ വിളിച്ചു. വാതിൽ തുറന്ന് അവർ മകനെ ആലിംഗനം ചെയ്യാനായി ഓടിയെത്തിയപ്പോൾ അവൻ തടഞ്ഞു. എന്നെ തുടരുത്. അതെ, എനിക്ക് ചിക്കൻ ബോക്സ് ആണ്. അവൻ വരാന്തയിലേക്ക് കയറി. ശാരദാമ്മയും അവന്റെ അച്ഛനും ഓടിയെത്തി. എന്റെ മകൾ എന്തിയെ മോനെ? അവളും കായനും തമിഴ്നാട്ടിലാണ്. എന്ത്? 2 പേർക്കും അവിടെ ജോലി കിട്ടി. 4-5 പേരെ കൂടി ആവശ്യമുണ്ട്. അതിനാണ് ഞാൻ വന്നത്. എന്തോ ജോലിയാടാ? ചെമ്മീൻ കമ്പനി. നിങ്ങൾ എങ്ങനെയാടാ തമിഴ്നാട്ടിലെത്തിയത്? അമ്മേ, ഗഡൻമലയുടെ അങ്ങേ വശം തമിഴ്നാടാണ്. നീ എപ്പോഴാണ് മടങ്ങി പോകേണ്ടത്? 4 ദിവസം കഴിഞ്ഞ് പോകണം. ചിക്കൻ ബോക്സ് വന്നിട്ട് കുളിക്കാതെ എങ്ങനെ പോകും? ചിലപ്പോ ചിക്കൻ ബോക്സ് ആയിരിക്കില്ല. കുളിരും പനിയും ഉണ്ടായപ്പോ ഞാൻ സംശയിച്ചതാണ്. വിജയരാജ് തന്റെ മുറിയിലേക്ക് പോയി. കുളി കഴിഞ്ഞ് ആഹാരം കഴിച്ചെന്ന് വരുത്തി അവൻ കട്ടിലിലേക്ക് വീണു. അവന്റെ മനസ്സ് ആ ഗ്രാമത്തിലുള്ള ഓരോ വീടുകളിലും പെൺകുട്ടികളെ തേടി അലഞ്ഞു. പ്രഭാതം പൊട്ടി വിടർന്നയുടൻ വിജയരാജ് ഇന്ദുവിന്റെ വീട്ടിലെത്തി. ഞങ്ങൾ എല്ലാവരും പേടിച്ചിരിക്കുകയായിരുന്നു. വിജയരാജിനെ കണ്ടയുടൻ ഇന്ദുവിന്റെ അമ്മ പറഞ്ഞു. ഞങ്ങൾ കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. അവൻ ചിരിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് മോനെ പേടിച്ചു പോയത്. കായേനും നീയും 2 ശരീരമാണെന്നേ ഉള്ളൂ. 2 പേർക്കും കൂടി ഒരു പെണ്ണുമതിയെന്ന് തീരുമാനിച്ചു കൂടുന്നില്ലല്ലോ. ചേച്ചി, ഞാൻ വന്നത് ഇന്ദുവിന്റെ കാര്യം പറയാനാണ്. അവൻ പൊടിപ്പും തൊങ്ങലും വെച്ച് കഥകൾ പറഞ്ഞു. ഇന്ദുവിന്റെ കാര്യം ഉറപ്പായി. 2 ദിവസം കൊണ്ട് 5 പെൺകുട്ടികൾക്ക് പകരം 50 പേർ അവന്റെ അടുത്തെത്തി. വിജയരാജ് 5 പേരെ തിരഞ്ഞെടുത്തു. ഇനി വരുമ്പോ മറ്റുള്ളവരെ കൊണ്ടുപോകാമെന്ന് ഉറപ്പു കൊടുത്തു. 1 മാസം കഴിഞ്ഞ് പുറപ്പെടുന്നു എന്നാണ് അവൻ എല്ലാവരോടും പറഞ്ഞിരുന്നത്. എന്നാൽ 5-ാം ദിവസം സന്ധ്യ കഴിഞ്ഞ് പള്ളിയുടെ മുമ്പിൽ എത്തണമെന്ന് ഓരോരുത്തരോടും രഹസ്യമായി അവൻ പറഞ്ഞിരുന്നു. വിജയരാജിന്റെ ഒരു കടാക്ഷത്തിന് വേണ്ടി കൊതിച്ചിരുന്ന പെൺകുട്ടികൾ അവസരം പാഴാക്കാതെ പള്ളിയുടെ മുമ്പിൽ എത്തിച്ചേർന്നു.
ജെമിനിയുടെ ജീവൻ രക്ഷിക്കാനായി താൻ ചെയ്യുന്നത് കൊടും പാതകമാണെന്നറിയാമായിരുന്നിട്ടും സ്വന്തം ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബോംബ് നീക്കം ചെയ്ത് കിട്ടിയാൽ എന്ത് വില കൊടുത്തും ആ സങ്കേതം തകർക്കാമെന്ന് അവന് ആത്മവിശ്വാസമുണ്ടായിരുന്നു. വിജയരാജിനോടൊപ്പം മനസ്സും ശരീരവും പങ്കുവെക്കാനായി എത്തിയ പെൺകുട്ടികൾ മുഖാമുഖം നോക്കി. അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ നിശബ്ദനായി പറക്കുന്ന ചെറിയ ഹെലികോപ്റ്റർ പള്ളിമുറ്റത്ത് പരുന്തിനെ പോലെ വന്നിരുന്നു. എല്ലാവരും എത്തിയിട്ടുണ്ടോ? പൈലറ്റ് ചോദിച്ചു. ഉം 2 പേർക്ക് സഞ്ചരിക്കാവുന്ന ഹെലികോപ്റ്ററിൽ 5 പേരെയും കുത്തി നിറച്ചു. സംശയം ചോദിച്ചവരോട് കമ്പനിക്ക് ആളെ അത്യാവശ്യമാണെന്ന് വിജയരാജും പൈലറ്റും പറഞ്ഞു. എല്ലാം നിമിഷ നേരം കൊണ്ട് കഴിഞ്ഞു. ഹെലികോപ്റ്റർ ആകാശത്തേക്ക് ഉയർന്നു. അടുത്ത ട്രിപ്പിന് തന്നെ കൊണ്ടുപോയി ബോംബ് ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആകാശത്തേക്ക് നോക്കി നിന്ന വിജയരാജ് പൊട്ടി 100,000 കഷ്ണങ്ങളായി പള്ളിയുടെ പരിസരത്ത് ചിതറി വീണു. പാതിരാത്രിയോടടുത്ത നേരത്ത് പള്ളിമുറ്റത്തുണ്ടായ സ്ഫോടനം ഗ്രാമത്തിൽ നടുക്കം സൃഷ്ടിച്ചു. സമീപവാസികൾ അങ്ങോട്ട് കുതിച്ചു. മനുഷ്യമാംസം ചിന്നി ചിതറിക്കിടക്കുന്ന കാഴ്ച അമ്പരിപ്പിക്കുന്നതായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല. കൊല്ലപ്പെട്ടത് ആരാണെന്നറിയാനായി ചെറുപ്പക്കാർ ഓരോ മാംസകഷ്ണവും പരിശോധിച്ചു. അപ്പോഴാണ് വിജയരാജിന്റെ ഒരു ഭാഗം തകർന്ന നിലയിലുള്ള മുഖം കിട്ടിയത്. വിജയരാജ് എങ്ങനെ കൊല്ലപ്പെട്ടു? ആർക്കും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. മറ്റൊരു ചോദ്യം കൂടി ഗ്രാമവാസികളുടെ ഉറക്കം കെടുത്താനായി വന്നു. ഇന്ദു ഉൾപ്പെടെ 5 പെൺകുട്ടികളെ കാണുവാനില്ല. അവർ 5 പേരും വിജയരാജിനോടൊപ്പം തമിഴ്നാട്ടിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. ദുരൂഹത നിറഞ്ഞ അന്തരീക്ഷത്തിൽ പോലീസും പാഞ്ഞെത്തി. മഹസർ തയ്യാറാക്കിയിട്ട് സബ് ഇൻസ്പെക്ടർ അബ്ദുൽ ഖാദർ പോലീസ് സ്റ്റേഷനിലെത്തി. അദ്ദേഹം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി വയർലെസ്സിൽ കൂടി ബന്ധപ്പെട്ടു. നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ ജില്ലാ പോലീസ് സൂപ്രണ്ട് സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നു. അദ്ദേഹം പലരെയും ചോദ്യം ചെയ്തു. കാണാതായ പെൺകുട്ടികളുടെ മാതാപിതാക്കളുമായി സംസാരിച്ചു. കേസുമായി ബന്ധപ്പെട്ട ഒരു സംഭവം മാത്രമേ SP സോമശേഖരന് ലഭിച്ചുള്ളൂ. ഗഡമലയിൽ ചില രാത്രികളിൽ ഹെലികോപ്റ്റർ വന്ന് താഴ്ന്നത് കാണാനായിട്ടാണ് ആദ്യമായി വിജയരാജും കായേനും ജെമിനിയും പുറപ്പെട്ടത്. ഗരുഡൻ മലയുടെ കിഴക്കേ താഴ്വാരം മുതൽ തമിഴ്നാടാണെന്ന് വിജയരാജ് പറഞ്ഞത് വിശ്വസിക്കാവുന്ന വസ്തുതയല്ല. ഘോരവനത്തിലൂടെ മണിക്കൂറുകൾ നടന്ന് കേരളത്തിന്റെ അതിർത്തി കാവൽക്കാരനായ സഹ്യപർവ്വതം കഴിഞ്ഞാണ് തമിഴ്നാട്. വിജയരാജ് പറഞ്ഞത് മുഖവിലിക്കെടുക്കാനാവില്ല. ആദ്യമായി ഗരുഡൻ മലയിലേക്ക് ഒരു അന്വേഷണ സംഘത്തെ അയക്കണം. അതിനു മുമ്പ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഓഫീസിൽ തിരിച്ചെത്തിയ ഉടൻ SP സോമശേഖരൻ ഫോറസ്റ്റ് ഓഫീസറുമായി വയർലെസ്സിലൂടെ സംസാരിച്ചു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ അറിവോടെ ആരും ഹെലികോപ്റ്ററിൽ വനപ്രദേശത്ത് പ്രവേശിച്ചിട്ടുള്ളതായി അറിയില്ലെന്ന് ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. നേവിയുടെയോ എയർഫോഴ്സിന്റെയോ പരിശീലന പറക്കൽ ഗരുഡൻ മലയിലേക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് SP തിരക്കി. ടൂറിസ്റ്റുകൾ നാട് കാണാനായി ഹെലികോപ്റ്ററിൽ കയറി വനത്തിന് മുകളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടോ എന്നായി അടുത്ത അന്വേഷണം. ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്നും അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് മറുപടി കിട്ടി. അതോടെ SP അസ്വസ്ഥനായി. ഗരുഡൻ മലയെ നിരീക്ഷണ വിധേയമാക്കാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. സമർത്ഥരായ 4 പോലീസ് ഓഫീസർമാരെ അദ്ദേഹം തന്റെ ഓഫീസിൽ വിളിച്ചു വരുത്തി. പോലീസ് വകുപ്പിലെ ഇന്റലിജൻസ് വിഭാഗത്തിലെ കരുത്തന്മാരായിരുന്നു സർക്കിൾ ഇൻസ്പെക്ടർ റാങ്കിലുള്ള പരമേശ്വരനും സബ് ഇൻസ്പെക്ടറായ ഗണേഷ്, ബ്രഹ്മദത്തൻ, മാത്തൻ, ഫിലിപ്പ് എന്നിവർ. ഹൈറേഞ്ച് പ്രദേശത്തെ കഞ്ചാവ് വേട്ടയ്ക്കും കള്ളത്തടി വെട്ടുകാരെ ഒതുക്കാനും ഇവർ മാസങ്ങളോളം സേവനമനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. കാട്ടിലെ പരിതസ്ഥിതിയുമായി ഇണങ്ങി ജീവിക്കാൻ പരിചയമുള്ള ഇവരുമായി SP സോമശേഖരൻ വളരെ നേരം സംസാരിച്ചു. അത്യാധുനിക ആയുധങ്ങളും വയർലെസ് സെറ്റും അവർക്ക് നൽകി. അവർ കൊല്ലപ്പെട്ട വിജയരാജിന്റെയും അവനോടൊപ്പം ഗരുഡൻ മലയിലേക്ക് പുറപ്പെട്ട കായേന്റെയും ചെമ്മീൻ കമ്പനിയിലേക്ക് പുറപ്പെടാനിരുന്ന ഇന്ദു, സോഫിയ, വിന്നി, ലൈല, ഉമ എന്നീ പെൺകുട്ടികളുടെ ഫോട്ടോകളും സംഘടിപ്പിച്ചു. കാട്ടിൽ കഴിഞ്ഞുകൂടാനുള്ള സംവിധാനങ്ങളുമായി അവർ പുറപ്പെട്ടു. സന്ധ്യയോടെ ഗരുഡൻ മലയുടെ താഴ്വാരത്തിൽ എത്തുകയായിരുന്നു അവരുടെ ലക്ഷ്യം. സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ ഗരുഡൻ മലയുടെ കിഴക്കേ താഴ്വാരത്തിൽ അവർ എത്തി. രാത്രി കഴിച്ചുകൂടാനുള്ള ഇടം കണ്ടുപിടിച്ചിട്ട് അവർ ഉരുളൻ പാറക്കെട്ടുകളുടെ മുകളിൽ കയറിയിരുന്ന് വിശ്രമിച്ചു. ഗരുഡൻ മലയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ എപ്പോഴും നിരീക്ഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒറ്റക്കണ്ണന്റെ സംഘത്തിലെ ഒരാൾ ഉണ്ടപ്പാറയ്ക്ക് മുകളിൽ ഇരിക്കുന്ന 4 അംഗ സംഘത്തെ കണ്ടു. പച്ച നിറമുള്ള ഷർട്ടും പാൻസും തൊപ്പിയും ധരിച്ച ഉറച്ച ശരീരമുള്ള ചെറുപ്പക്കാരെ കണ്ടപ്പോൾ അവർ ആരാണെന്നും എന്തിനെത്തിയതാണെന്നും അയാൾക്ക് മനസ്സിലായി. ഒറ്റക്കണ്ണന്റെ ക്യാബിനിൽ പെട്ടെന്ന് മെസ്സേജ് എത്തി. ഏറ്റുമുട്ടലിന് തയ്യാറായിക്കൊള്ളാൻ അയാൾ കാവൽ ഭടന്മാർക്ക് നിർദ്ദേശം നൽകി. അതിനുശേഷം ഡോക്ടർമാർക്കും നഴ്സുമാർക്കും
രഹസ്യ നിർദ്ദേശങ്ങൾ കൊടുത്തു. ഒരു തുറന്ന യുദ്ധത്തിനുള്ള സാധ്യതയുണ്ടെന്ന് കണക്കുകൂട്ടിയ ഒറ്റക്കണ്ണന് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. 4 പേരെ മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഒരുപക്ഷെ പ്രതിരോധ സംഘം ഗരുഡൻ മലയ്ക്ക് ചുറ്റും ഉണ്ടായിരിക്കാം. വലിയൊരു ശക്തിയെയാണ് നേരിടേണ്ടതെങ്കിൽ അധികകാലം ഗരുഡൻ മലയിൽ താവളമടിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ആക്രമണ സംഘത്തിന്റെ എണ്ണവും കരുത്തും മനസ്സിലാക്കണം. ഏത് ഫ്രീക്വൻസിയിലുമുള്ള സന്ദേശങ്ങൾ പിടിച്ചെടുക്കാൻ കഴിവുള്ള വയർലെസ് യന്ത്രത്തിന്റെ പല ബട്ടണുകളിൽ അയാൾ വിരലമർത്തി. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ പരമേശ്വരനും SP സോമശേഖരനും തമ്മിൽ കൈമാറിക്കൊണ്ടിരിക്കുന്ന സന്ദേശം ഒറ്റക്കണ്ണന്റെ ക്യാബിനിൽ മുഴങ്ങി. ഞങ്ങൾ ഗരുഡൻമലയുടെ കിഴക്ക് ഭാഗത്ത് സുരക്ഷിതരായി എത്തിയിട്ടുണ്ട്. വെരി ഗുഡ്. ഓപ്പറേഷൻ ഈഗിൾ വിജയിപ്പിക്കണം. എന്തെങ്കിലും അടിയന്തര സഹായം ആവശ്യമുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഓഫീസറെ വിവരം അറിയിക്കുക. ഓക്കെ സർ. ഗരുഡൻമലയുടെ പരിസരം എങ്ങനെയുണ്ട്? തികച്ചും ശാന്തമായ പ്രദേശം. അവിടെ മനുഷ്യവാസമുള്ളതായി തോന്നുന്നുണ്ടോ? നോ സർ. ചെങ്കല്ലും പാറയും നിറഞ്ഞ ഒരു കൂറ്റൻ മലയാണിത്. സന്ധ്യ കഴിഞ്ഞ് ഞങ്ങൾ മല കയറണമെന്ന് വിചാരിക്കുന്നു. വളരെ ജാഗ്രത പാലിക്കണം. ഹെലികോപ്റ്ററിന്റെ പ്രൊപ്പല്ലർ ഓഫ് ചെയ്താലുടൻ നിങ്ങൾ 4 വശത്തു കൂടിയും പാഞ്ഞെടുക്കണം. ആയുധം പുറത്തെടുക്കാനുള്ള അവസരം അവർക്ക് കൊടുക്കരുത്. ഓക്കെ സർ. ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ ഹെലികോപ്റ്റർ എത്തണമെന്നില്ല. 1 മാസം കഴിഞ്ഞ് അവർ എത്തിയാലും ഞങ്ങൾ കീഴടക്കും. ആത്മവിശ്വാസത്തോടെ സർക്കിൾ ഇൻസ്പെക്ടർ പരമേശ്വരൻ പറഞ്ഞു. നിങ്ങൾ 4 പേരും ആത്മവിശ്വാസം കൈവിടരുത്. കഞ്ചാവ് വേട്ടയ്ക്ക് കാണിച്ച സാഹസികതയുടെ ഒന്നും ആവശ്യം ഇതിന് വേണ്ടി വരികയില്ല. പെൺവാണിഭം നടത്തുന്ന ഏതോ ഗൂഢസംഘമാണ് പെൺകുട്ടികളെ വല വീശി പിടിച്ച് പുറംകടലിൽ നങ്കൂരം അടിച്ചിരിക്കുന്ന കപ്പലിൽ എത്തിക്കുകയായിരിക്കും അവരുടെ ബിസിനസ്. സാറ് പറഞ്ഞതുപോലെയാണ് എനിക്കും തോന്നുന്നത്. ഓപ്പറേഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് മലയ്ക്ക് ചുറ്റും സഞ്ചരിച്ച് അപകട സ്ഥാനങ്ങളും സുരക്ഷിത സ്ഥാനങ്ങളും മനസ്സിലാക്കണം. കോപ്റ്റർ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ശക്തിയേറിയ സെർച്ച് ലൈറ്റ് അവർ ഉപയോഗിച്ചെന്ന് വരാം. ഓക്കെ ശരി, നിർത്തട്ടെ. ഓവർ. വയർലെസ് ബന്ധം നിലച്ചു. അവർ സംസാരിച്ച ഫ്രീക്വൻസി മനസ്സിലാക്കിയിട്ട് ഒറ്റക്കണ്ണൻ കസേരയിൽ നിന്നും എഴുന്നേറ്റു. 4 അംഗ സംഘത്തെ നേരിടാനാണോ താൻ ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറെടുപ്പ് നടത്തിയതെന്ന് ഓർത്തപ്പോൾ അയാൾക്ക് ചിരി വന്നു. ഒരു ബറ്റാലിയനെ നേരിടാൻ താൻ ഒരുത്തൻ മാത്രം മതി. ഒറ്റക്കണ്ണൻ റോസിലിനെ ക്യാബിനിലേക്ക് വിളിച്ചു. എന്താ ബോസ്? അവൾ ഭവ്യതയോട് ചോദിച്ചു. ചെമ്പനെ വിളിക്കൂ. അവൾ ചെമ്പനെ വിളിച്ചുകൊണ്ടുവന്നു. കറുത്തു തടിച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു ചെമ്പൻ. നീ എന്ത് ചെയ്യുകയാണ്? വെറുതെ ഇരുന്ന് വീഡിയോ പടം കാണുകയായിരുന്നു. ഒറ്റക്കണ്ണൻ അലമാരയിൽ നിന്ന് ഒരു ഫയൽ എടുത്ത് ഒരു കളർ ഫോട്ടോ പുറത്തെടുത്തു. ചെറുപ്പക്കാരായ ആദിവാസി ദമ്പതികൾ വനത്തിലൂടെ ഇര തേടി നടക്കുന്നതിന്റെ ഒരു ചിത്രമായിരുന്നു അത്. കാട്ടിലകൾ കൊണ്ടും നാമമാത്രമായി നഗ്നത മറച്ചിരിക്കുന്ന പുരുഷന്റെ കയ്യിൽ അമ്പും വില്ലും അരയിൽ പോണിയും ഉണ്ടായിരുന്നു. അർദ്ധനഗ്നയായ സ്ത്രീയുടെ തോളിൽ വൃക്ഷത്തിന്റെ തോൽ കൊണ്ട് നിർമ്മിച്ച ഭാണ്ഡക്കെട്ടും ഒരു കൈയിൽ വടിയും മറ്റേ കൈയിൽ അമ്പെയ്ത് വീഴ്ത്തിയ മലയണ്ണാനും ഉണ്ടായിരുന്നു. ഈ ഫോട്ടോയിൽ കാണുന്ന ആദിവാസികളെ പോലെ നിങ്ങൾ വേഷം കെട്ടണം. എന്നിട്ട് മലയുടെ കിഴക്കേ ചരിവിലെത്തിയിരിക്കുന്ന പോലീസ് ഓഫീസർമാരെ പാട്ടിലാക്കണം. നമുക്ക് അവരെ ആവശ്യമുണ്ട്. റോസിലും ചെമ്പനും ഒറ്റക്കണ്ണന്റെ ക്യാബിനിൽ നിന്നും ഇറങ്ങി. ഗോതമ്പിന്റെ നിറമുള്ള റോസിലിനെ മേക്കപ്പ് മുറിയിൽ കയറ്റി ചെമ്പൻ കറുത്ത ചായം പൂശി. ഇലകൾ കൊണ്ട് ഇരുവരും നഗ്നത മറച്ചു. അമ്പും വില്ലും ഭാണ്ഡക്കെട്ടുമായി സൂര്യൻ എരിഞ്ഞിറങ്ങിയ ഉടനെ അവർ ഗരുഡൻമലയുടെ തെക്ക് ഭാഗത്തേക്ക് ഇറങ്ങി. തെക്കേ താഴ്വാരത്തിലെത്തിയ അവർ വേട്ട മതിയാക്കിയിട്ട് ചേക്കേറാനായി സ്വന്തം കുടിലേക്ക് പോകുന്ന ഭാവത്തിൽ ഗരുഡൻമലയുടെ കിഴക്കേ താഴ്വാരത്തിലൂടെ ആദിവാസികൾ മാത്രം സംസാരിക്കുന്ന പ്രാകൃത ഭാഷയിൽ സംസാരിച്ചു കൊണ്ട് നീങ്ങി. കൊഴുത്തു തടിച്ച അർദ്ധനഗ്നയായ കറുത്ത സുന്ദരിയെയും അവളുടെ കൂട്ടുകാരനെയും ദൂരെ വെച്ച് തന്നെ സർക്കിൾ ഇൻസ്പെക്ടർ പരമേശ്വരനും കൂട്ടുകാരും കണ്ടു. കറുത്ത സുന്ദരിയുടെ നടപ്പിനൊപ്പിച്ചിളകുന്ന ഉടയാത്ത സ്ഥാനഭംഗി കണ്ടുകൊണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ പതുക്കെ പറഞ്ഞു. കാടിന്റെ പുത്രിയുടെ സൗന്ദര്യം കണ്ടോ? നമ്മളെ 4 പേരെയും തൂക്കിയെറിയാനുള്ള കരുത്ത് അവൾക്കുണ്ടായിരിക്കും. സർ, അവരോട് ചോദിച്ചാ ഈ മലയിൽ വരാനുള്ള ഗൂഢസംഘത്തെ പറ്റി ഒരു പക്ഷെ മനസ്സിലാക്കാൻ കഴിയും. സബ് ഇൻസ്പെക്ടർ മാത്തൻ ഫിലിപ്പ് പറഞ്ഞു. കറക്റ്റ്. സർക്കിൾ ഇൻസ്പെക്ടർ പരമേശ്വരൻ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ചെന്നു. അവിടെ നിൽക്കൂ, അദ്ദേഹം ആജ്ഞാപിച്ചു. ഞെട്ടിത്തിരിഞ്ഞ ചെമ്പനും റോസ്ലിനും ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. അടുത്ത നിമിഷം വിഷം പുരട്ടിയ അമ്പ് അവൻ വില്ലിൽ തൊടുത്തു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ വിമർശനങ്ങളും. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നാളെ കാണാം. നന്ദി.